ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കുമനോവിച്ചിന്റെ പകരമായിക്കൊണ്ടായിരുന്നു മിഖേൽ സ്റ്റാറയെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം റിസൾട്ടുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യത്തെ 7 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതേസമയം കഴിഞ്ഞ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ മിഖേൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കീഴിൽ പല മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ റിസൾട്ടുകൾ അനുകൂലമായിരുന്നില്ല. തോൽവികൾ മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷമായിരുന്നു സ്റ്റാറയെ പുറത്താക്കിയിരുന്നത്. ഏതായാലും ആദ്യത്തെ 7 മത്സരങ്ങൾ കഴിയുമ്പോൾ ഉള്ള ചില താരതമ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മിഖേൽ സ്റ്റാറെ ആദ്യത്തെ 7 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അതിൽ 2 മത്സരങ്ങളിൽ മാത്രമായിരുന്നു വിജയം നേടാൻ കഴിഞ്ഞിരുന്നത്. 2 സമനിലകൾ വഴങ്ങേണ്ടി വന്നു, 3 തോൽവികൾ വഴങ്ങേണ്ടി വന്നു. എന്നാൽ സ്റ്റാറെ പോയതിനു ശേഷം തോമസും TGPയും ചേർന്നുകൊണ്ടാണ് ക്ലബിനെ പരിശീലിപ്പിക്കുന്നത്. ഇവർക്ക് കീഴിൽ മികച്ച പ്രകടനം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. അതായത് 7 മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 4 വിജയങ്ങൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമനില, 2 തോൽവി എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് സ്റ്റാറയേക്കാൾ എന്തുകൊണ്ടും ഭേദം തോമസും TGPയും തന്നെയാണ് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് അനുകൂലമായ പോസിറ്റീവായ റിസൾട്ടുകൾ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷം മുഹമ്മദൻ SCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി. എന്നാൽ പിന്നീട് ജംഷഡ്പൂരിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ടു. പക്ഷേ പിന്നീട് തുടർച്ചയായി 2 വിജയങ്ങൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അതായത് പഞ്ചാബ് FCയെയും അതുപോലെ തന്നെ ഒഡീഷ FCയെയും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി. പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഗോൾ രഹിത സമനില വഴങ്ങി. ഈസ്റ്റ് ബംഗാളിനോട് തോൽവി വഴങ്ങുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് ചെന്നൈയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ കരുത്തരായ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് TGPക്കും തോമസിനും നൽകുന്ന ഒരു കോൺഫിഡൻസ് അത് ചെറുതായിരിക്കില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.